സമാധാന കരാർ നടപ്പിലായ സാഹചര്യത്തിൽ ഈജിപ്തും ഇസ്രായേലും സന്ദർശിക്കാൻ ഒരുങ്ങി ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. തിങ്കളാഴ്ചയായിരിക്കും ഇരു രാജ്യങ്ങളും സന്ദർശിക്കുക. സമാധാന ധാരണ അംഗീകരിക്കപ്പെട്ടതോടെ ഗാസയിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറ്റം ആരംഭിച്ചു. സമാധാന ധാരണ നടപ്പിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഉടൻ ഇസ്രായേലും ഈജിപ്തും സന്ദർശിക്കുമെന്ന് ട്രംപ് അറിയിച്ചത്. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമെന്നും US പ്രസിഡന്റ് അറിയിച്ചു. തിങ്കളാഴ്ചയായിരിക്കും ഇരു രാജ്യങ്ങളും സന്ദർശിക്കുക. ഗാസ പുനർനിർമ്മാണം സംബന്ധിച്ചും ഗെയ്റോയിൽ വിശാലമായ ചർച്ചകൾ നടക്കുമെന്നും ട്രംപ് അറിയിച്ചു. It's a great deal for Israel, but it's a great deal for everybody, for Arabs, for Muslims, for everybody, for the world. And as you know, on Monday the hostages come back. They're getting them now. They're getting them now. They're in some pretty rough places under earth. They're in some pretty rough places where only a few people know where they are. Some cases. So they're getting them, and they're also getting the bodies, approximately 28 bodies. And some of those bodies are being unearthed. സമാധാന ധാരണയുടെ ഭാഗമായി ഇസ്രായേൽ സേന ഗാസയിൽ നിന്നും പിന്മാറി തുടങ്ങി. ഗാസയുടെ പകുതിയോളം പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായും സേന പിൻവലിഞ്ഞതായും ഇസ്രായേൽ അറിയിച്ചു. സൈനിക നിയന്ത്രണം ഇല്ലാതായതോടെ വടക്കൻ ഗാസയിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയവർ തിരിച്ചെത്താൻ ആരംഭിച്ചു. തിങ്കളാഴ്ച ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്നാണ് ധാരണ. ധാരണയുടെ ഭാഗമായി 250ഓളം പലസ്തീൻ യുദ്ധ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കും. അവശ്യ വസ്തുക്കളും ഭക്ഷണവും അടിയന്തരമായി ഗാസയിലേക്ക് എത്തിക്കാനും സമാധാന ധാരണയിൽ വ്യവസ്ഥയുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.